ഹലോ എവരി വൺ, വെൽക്കം ടു ന്യൂ ഇംഗ്ലീഷ് ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ടാർഗറ്റ് എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ ശരിയായ സ്പെല്ലിങ്ങും ഉച്ചാരണവും അതിൻ്റെ അർത്ഥവുമാണ്. ടാർഗറ്റ് എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ സ്പെല്ലിംഗ് TARGET എന്നാണ്. ഒരിക്കൽ കൂടി പറയാം, TARGET. വായിക്കുന്നത് ടാർഗറ്റ് എന്നാണ്. ഇനി ഇതിൻ്റെ അർത്ഥം പറയാം. ടാർഗറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം എയിം, മലയാളത്തിൽ ലക്ഷ്യം എന്നാണ് ടാർഗറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഇനി ടാർഗറ്റ് എന്ന വാക്കുപയോഗിച്ച് നമുക്കൊരു സെൻറ്റൻസ് പറയാം. ദി ഹണ്ടേഴ്സ് ടാർഗറ്റ് വാസ് എ റാബിറ്റ്. ദി ഹണ്ടേഴ്സ് ടാർഗറ്റ് വാസ് എ റാബിറ്റ്. വേട്ടക്കാരൻ്റെ ലക്ഷ്യം ഒരു മുയലായിരുന്നു. ഇതാണ് ഈ എക്സാമ്പിളിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജി എന്ന ലെറ്റർ ഇംഗ്ലീഷ് ഭാഷയിൽ ഉപയോഗിക്കുമ്പോൾ അതിന് ഗ സൗണ്ടും അതേസമയം ചില സന്ദർഭങ്ങളിൽ ജി സൗണ്ടും വരുന്ന വാക്കുകൾ ഉണ്ട് എന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ആ ഒരു കാരണം കൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ മലയാളത്തിൽ പലപ്പോഴും ചാനലുകളിൽ അവതാരകർ ടാർഗറ്റ് എന്ന വാക്ക് ടാർജറ്റ് എന്ന് ഉച്ചരിക്കുന്നത് കണ്ടിട്ടുണ്ട്. മലയാളത്തിലെ വളരെ പ്രശസ്തമായ വർത്തമാന പത്രങ്ങളിലും മാസികകളിലും ടാർജറ്റ് എന്ന് അച്ചടിച്ച് കണ്ടിട്ടുണ്ട്. ഇത് വരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. അവർ വളരെ ടാലൻറ്റഡായ, കഴിവുള്ള, പ്രഗത്ഭരായ വ്യക്തികളാണ്. പക്ഷേ എന്നിട്ടും ഈ ഒരു വാക്ക്, ഒരു ഇംഗ്ലീഷ് ഭാഷയിലെ ഈ ഒരു വാക്ക് വരുമ്പോൾ അവർ ചിലപ്പോൾ അറിയാതെ പറഞ്ഞു പോകുന്നതായിരിക്കാം, ചിലപ്പോൾ അവർ അതിൻ്റെ ശരിയായ ഉച്ചാരണം അറിയാത്തതുകൊണ്ട് പറയുന്നതായിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കറക്റ്റായ രീതിയിൽ ഉച്ചരിക്കുക, അത്രമാത്രമാണ്. ഓക്കെ, അപ്പോൾ ജി എന്ന ലെറ്റർ വെച്ച് തുടങ്ങുന്ന ചില വാക്കുകൾ നമുക്ക് പരിശോധിക്കാം. ഗോഡ്, GOD, ഗോഡ്. അവിടെ ഫസ്റ്റ് ലെറ്റർ ജി ആണ്, ഗ സൗണ്ടാണ് ഉച്ചാരണം. ഇനി ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഗോട്ട്, GOAT, ഗോട്ട്. ഇവിടെയും ജി എന്നതിന് ഗ സൗണ്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി നേരത്തെ പറഞ്ഞ പോലെ ജി എന്ന അക്ഷരത്തിന് ഗ സൗണ്ട് അതുപോലെ ജി സൗണ്ട് വരുന്ന വാക്കുകളും ഉണ്ടെന്ന്. ഇനി നമുക്ക് ജി എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ട് ജി സൗണ്ട് തന്നെ വരുന്ന ഒരു വാക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ, ജിയോളജി. വാക്ക് ജിയോളജി എന്നാണ്, GEOLOGY, ജിയോളജി. ഈ വാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ജി ആണ്. ഇത് എൻഡിങ്ങിൽ തൊട്ട് മുമ്പും ജിയോളജി എന്ന് പറയുമ്പോൾ ജി ഉണ്ട്. ഒരു വാക്കിൽ 2 തവണ ജി ഉണ്ട്. ഈ 2 തവണയും ജി സൗണ്ടാണ് നമ്മൾ ഉച്ചരിക്കുന്നത്, അല്ലാതെ അവിടെ ഗ സൗണ്ട് വരുന്നില്ല. ഇനി അതുപോലെ ജി എന്ന ലെറ്റർ ഉപയോഗിച്ച് ജി സൗണ്ട് തന്നെ വരുന്ന ഒരു വാക്ക് കൂടി നോക്കാം. ജീനിയസ്, GENIOUS, ജീനിയസ്, അർത്ഥം ബുദ്ധിമാൻ. ഇവിടെയും നോക്കുക, നമ്മൾ ജീനിയസ്, ജി സൗണ്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇംഗ്ലീഷിൽ ജി എന്ന അക്ഷരത്തിന് ജ് എന്ന സൗണ്ടുമുണ്ട്, അതേസമയം ഗ എന്ന സൗണ്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുമ്പോൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുക. ഓരോ ഭാഷയും നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ആ റൂൾസ് ഫോളോ ചെയ്യുക. അതാണ് ഭാഷയുടെ ഒരു ഭംഗി. നമ്മൾ ഏത് ഭാഷയായാലും അത് പഠിക്കുമ്പോൾ അതിൻ്റെ ശരിയായ ഉച്ചാരണം നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. കാരണം നമ്മൾ ഉച്ചരിക്കുന്നത് കേട്ടായിരിക്കാം നാളെ മറ്റുള്ളവർ ഉച്ചരിക്കുന്നത്. വാർത്താമാധ്യമങ്ങളെ സാധാരണക്കാർ വളരെ പെട്ടെന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളൊരു ചാനലുകളിൽ ഇരിക്കുന്ന ആൾ, അല്ലെങ്കിൽ ഒരു പത്രമാധ്യമങ്ങളിൽ ഇരിക്കുന്ന ആൾ, നിങ്ങളെ ഒരുപാട് ആൾക്കാർ വീക്ഷിക്കുന്നുണ്ട് എന്ന ധാരണയോടുകൂടി സംസാരിക്കുക, എഴുതുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഭാഷ ശരിയായ രീതിയിൽ ഉപയോഗിക്കുക, സംസാരിക്കുക. അതുമാത്രമാണ് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം.
അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിൽ ജി എന്ന വാക്കിൻ്റെ ഉച്ചാരണങ്ങൾ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജ് എന്ന ഉച്ചാരണം വരുന്നുണ്ട്, പിന്നെ ഗ എന്ന ഉച്ചാരണവും ഉണ്ട്. ഈ രണ്ടും ഉപയോഗിച്ചിട്ടുള്ള ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇങ്ങനെയുള്ള ഒരുപാട് വാക്കുകൾ ഇംഗ്ലീഷ് ഭാഷയിലുണ്ട്, നൂറുകണക്കിന് വാക്കുകൾ ഇംഗ്ലീഷ് ഭാഷയിലുണ്ട്. അത് നിങ്ങൾ ഇനി എപ്പോഴും കേൾക്കുമ്പോൾ ശ്രദ്ധിക്കുക, പ്രത്യേകം നോട്ട് ചെയ്യുക. ഓക്കെ, ഇനി ഉദാഹരണത്തിന് ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവിൻ്റെ ഒരു ദിവസത്തെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ടാർഗറ്റ് ഉണ്ടാകും. ഇത്ര ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യുക, സെയിൽസ് കംപ്ലീറ്റ് ചെയ്യുക, അതാണ് അദ്ദേഹത്തിൻ്റെ ടാർഗറ്റ്. ഒരു കോൾ സെൻറ്റർ എക്സിക്യൂട്ടീവിൻ്റെ ഒരു ദിവസത്തെ ജോലി, അദ്ദേഹത്തിന് ഇത്ര കോഴ്സ് അറ്റൻഡ് ചെയ്യുക, അല്ല ജോലി ചെയ്യുക, അദ്ദേഹത്തിൻ്റെ ടാർഗറ്റ് അങ്ങനെയാണ്. സോ അപ്പോൾ ടാർഗറ്റ് എന്ന വാക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് തവണ കേൾക്കുന്നതാണ്, ഉപയോഗിക്കുന്നതാണ്. ഇനി നിങ്ങൾ മലയാളികളാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞതല്ലോ, മലയാളത്തിലാണ് പത്രമാധ്യമങ്ങളിൽ ടാർജറ്റ് എന്ന് അച്ചടിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി കേരളം വിട്ട് പുറത്ത് ജോലി ചെയ്യാൻ പോകുന്നവർ, അപ്പോൾ പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഈ കറക്റ്റ് ആയ ഉച്ചാരണം പ്രാക്ടീസ് ചെയ്യുക. അത് തന്നെ ഉച്ചരിക്കാൻ ശ്രമിക്കുക. ഇനി ഇതുപോലെ ചാനലുകൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ശരിയായ ഉച്ചാരണം ടാർഗറ്റ് എന്നാണ്, ടാർജറ്റ് അല്ല എന്ന്. നേരത്തെ പറഞ്ഞല്ലോ, അവരൊക്കെ ക്വാളിഫൈഡ് ആയ ആൾക്കാരാണ്, പക്ഷേ ഒരു വാക്ക് അവർ ടാർജറ്റ് എന്നാണ് ഉച്ചരിക്കുന്നത്. ഇനി ഇംഗ്ലീഷിലെ പ്രശസ്തമായ ഡിക്ഷണറികൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓക്സ്ഫോർഡ് ഡിക്ഷണറി ആകട്ടെ, കേംബ്രിഡ്ജ് ഡിക്ഷണറി ആകട്ടെ, ഈ ഡിക്ഷണറികൾ ഒക്കെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ടാർഗറ്റ് എന്ന വാക്ക് കാണാം. സ്പെല്ലിംഗ് TARGET. ഇനി അവിടെ ടാർജറ്റ് എന്ന വാക്ക് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ കാണാൻ കഴിയും. ടാർജറ്റ് എന്ന വാക്ക് ഇംഗ്ലീഷിൽ ഇല്ല, പക്ഷേ മലയാളത്തിൽ അവർ പറയുമ്പോൾ ടാർജറ്റ് എന്ന് വീണ്ടും വീണ്ടും പറയുകയാണ്. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെ ഉദാഹരണത്തിന് ഈ പോപ്പുലറായ ആൾക്കാർ, അത് ഫിലിം ഫീൽഡിലുള്ളവർ, ചാനലുകളിലുള്ളവർ, പത്രങ്ങളിൽ എഴുതുന്നവർ, അതൊക്കെ കണ്ടാൽ സാധാരണ ജനങ്ങൾ കോപ്പി ചെയ്യാൻ ഇമിറ്റേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് തെറ്റാണോ എന്ന് ആൾക്കാർ ശ്രദ്ധിക്കില്ല. കാരണം അവരുടെ ഒരു ഹീറോ ആരാണോ, ഹീറോയിൻ ആരാണോ, അവർ പറയുന്നത് എന്താണ്, ആ രീതിയിൽ കോപ്പി ചെയ്യാം അവർ. അതുപോലെ ഒരു പുസ്തകത്തിൽ അച്ചടിച്ച് കണ്ടാലും അത് ആൾക്കാർ കോപ്പി ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം അച്ചടിച്ച് വന്നതല്ലേ, അത് ശരിയായിരിക്കാം എന്ന ധാരണയിൽ. പത്രങ്ങളിൽ കണ്ടിട്ടുണ്ട് ടാർജറ്റ് എന്ന് മലയാളത്തിൽ അച്ചടിച്ചിട്ട്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ടാർജറ്റ് അല്ല, ടാർഗറ്റാണ്. അവിടെ ഗ സൗണ്ടാണ് കറക്റ്റ്, അതാണ് ശരിയായ ഇംഗ്ലീഷ്. ഏത് ഭാഷയും സംസാരിക്കുമ്പോൾ, നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ ഭാഷയോടുള്ള ആദരവോടുകൂടി നമ്മൾ സംസാരിക്കുക. അത് തന്നെ നമ്മൾ മറ്റുള്ളവരോട് പറയാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഇത് പറയാൻ കാരണം തന്നെ ചാനലുകളിലും പത്രങ്ങളിലും തെറ്റായ രീതിയിൽ വന്നു എന്നതുകൊണ്ടാണ്. ഇനി നിങ്ങൾ തെറ്റായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് താഴെയുള്ള ജൂനിയേഴ്സായ ആൾക്കാർ അവർ നിങ്ങളെ ഇമിറ്റേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ശരിയായ രീതിയിൽ ഉച്ചരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവരും ശരിയായ രീതിയിൽ ഉച്ചരിക്കാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് ഭാഷ എന്ന ലോകഭാഷ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയാണ്. ഇനി ഇംഗ്ലീഷ് ഭാഷയിൽ 26 അക്ഷരങ്ങളാണ് ഉള്ളതെന്ന് അറിയാം. ദർ ആർ 26 ആൽഫബറ്റ്സ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ആൽഫബറ്റ്സിനെ ലെറ്റേഴ്സ് എന്നും പറയാറുണ്ട്. അതുതന്നെ ഇംഗ്ലീഷിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയാലും സ്മോൾ ലെറ്റർ ആയാലും ദർ ആർ 26 ലെറ്റേഴ്സ്. വലിയ അക്ഷരങ്ങളായാലും ചെറിയ അക്ഷരങ്ങളായാലും 26 അക്ഷരങ്ങളാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഉള്ളത്. അതേസമയം മലയാളത്തിലും മറ്റു ഭാഷകളിലൊക്കെ ഒരുപാട് അക്ഷരങ്ങളുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ഇംഗ്ലീഷ് വളരെ കുറച്ച് അക്ഷരങ്ങളുള്ള ഒരു ഭാഷയാണ്. 26 അക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ 26 അക്ഷരങ്ങളിൽ ഓരോ അക്ഷരത്തിനും ഉച്ചാരണമുണ്ട്. ഉദാഹരണത്തിന് എ മുതൽ Z വരെ. എയുടെ ഉദാഹരണം നമുക്ക് പരിശോധിക്കാം. എ എന്ന വാക്കിൽ തുടങ്ങുന്ന വാക്കുകൾ: എ അട്രാക്റ്റീവ്, ഏബിൾ. ആദ്യം പറഞ്ഞ് അട്രാക്റ്റീവ്, ATTRACTIVE, അട്രാക്റ്റീവ്. അവിടെ ആ സൗണ്ടാണ് എക്ക് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഏബിൾ, ABLE. അവിടെ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? എ എന്ന സൗണ്ട് വന്നിരിക്കുന്നു. ഇങ്ങനെ ഓരോ അക്ഷരത്തിനും വ്യത്യസ്തമായ രീതിയിൽ ഉച്ചാരണങ്ങൾ വരുന്നുണ്ട്. അക്ഷരം ഒന്ന് തന്നെ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. എ മുതൽ Z വരെയുള്ള ഓരോ അക്ഷരത്തിനും അതിൻ്റെ ഉച്ചാരണമുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെയായാൽ നിങ്ങൾക്ക് ഏത് ഭാഷയും ശരിയായ രീതിയിൽ ഉച്ചരിക്കാൻ കഴിയും. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്താൽ അത് നന്നായിട്ട് വഴങ്ങി വരുന്നതേ ഉള്ളൂ. അതാണ് ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു പ്രത്യേകത.
പ്രാക്ടീസ് ചെയ്യണം. കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതേഴ്സ്. ഓക്കെ. ഇനി അടുത്ത ലെറ്റേഴ്സ് ബി, അത് കഴിഞ്ഞാൽ സി, അങ്ങനെ എല്ലാ ലെറ്റേഴ്സിനും അതിൻ്റെ ഉച്ചാരണം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. താങ്ക് യു.